അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മൾ കാലികമായൊരു വിഷയത്തെക്കുറിച്ച് ചെറിയൊരു ചർച്ചയ്ക്ക് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട മൊയ്‌നുദ്ദീൻ സഖാഫി ഉസ്താദിൻ്റെ കൂടെ ഇരുന്നിട്ടുള്ളത്. പുതിയ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് വിഷയങ്ങളെക്കുറിച്ച് ഇസ്ലാമിൻ്റെ ആധികാരികമായ കാഴ്ചപ്പാടുകളെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു ചർച്ച ഈ സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്ന ചർച്ച സ്ത്രീകൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ നിലപാട് എന്താണ് എന്നതാണ് പ്രേക്ഷകർക്ക് വേണ്ടി ചോദിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചർച്ച നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. റഹീം സഖാഫി ഇവിടെ ചോദിച്ചത് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. സ്ത്രീകൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്നതിൻ്റെ ഇസ്ലാമിക നിലപാടെന്താണ് എന്നതാണ്. ഇസ്ലാം എന്നത് സർട്ടാവായ അള്ളാഹുവിൻ്റെ മതമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ നിലപാട് എന്താണ് എന്ന് പറയേണ്ടത് അള്ളാഹുവും ആ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അവൻ പറഞ്ഞയച്ച അന്ത്യപ്രവാചകരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. ധാരാളം ആയത്തുകൾ ഈ വിഷയ സംബന്ധിയായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരായത്ത് ഇപ്പോൾ നമുക്ക് പറയാം. സൂറത്തു നൂറിലെ 36-ാമത്തെ സൂക്തത്തിൽ നമ്മളൊക്കെ കേട്ടിട്ടുള്ള സൂക്തമാണ്. ഉസ്താദുമാർ പലപ്പോഴും അവരുടെ പ്രഭാഷണങ്ങളൊക്കെ എടുത്തുദ്ധരിക്കുന്ന ഒരായത്താണ്. ഫി ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വ യുദ്കറ ഫിഹ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫിഹ ബിൽ ഗുദുവി വൽ ആസ്വാൽ റിജാൽ. അതായത് അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ, പള്ളിയെക്കുറിച്ചാണ് പരാമർശം. ആ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നത് പുരുഷന്മാരാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് തഫ്സീറുകൾ ധാരാളം നമുക്ക് കാണാൻ കഴിയും. ലമ്മ കാലത്ത് അല റിജാലുൻ, അള്ളാഹു റിജാലുൻ എന്നാണ് പറഞ്ഞത്. വഹസ്വഹും ബിദ്ദിക്രി, അവരെ മാത്രമാണ് പറഞ്ഞത്. സ്ത്രീയെയും പുരുഷനെയും ഉൾക്കൊള്ളുന്ന നാസ് എന്ന പദം പറയുകയാണെങ്കിൽ അങ്ങനെയല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? റിജാലുൻ, അതാ പുരുഷന്മാർ എന്നാണ്. അതെന്തിനാണ് പറഞ്ഞത്? ദല്ല, ഈ അള്ളാഹു പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല അന്നൻ നിസാ ലാ ഹവ്വ ലഹുന്ന ഫിൽ മസാജിദി ഇദ് ലാ ജുമഅത ലഹുന്ന വലാ ജമാഅത. സ്ത്രീകൾക്ക് ജുമയില്ല, പള്ളിയിൽ ജമാഅത്തുമില്ല. വഅന്ന സ്വലാത്തഹുന്ന ഫീ ബുയൂത്തിഹിന്ന അഫ്ളലു, അവർ നിസ്കരിക്കാൻ ഏറ്റവും കൂടുതൽ പുണ്യം കിട്ടുന്നത് അവരെ വീട്ടിലാണ് എന്നാണ്. അബൂദാവൂദ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, സ്വലാത്തുൽ മർഅത്തി ഫീ ബൈത്തിഹ അഫ്ളലു മിൻ സ്വലാത്തിഹ ഫീ ഹുജ്റത്തിഹ. വീടിൻ്റെ പ്രൈവറ്റ് റൂമിൽ വെച്ച് നിസ്കരിക്കലാണ് അതിൻ്റെ കോലായിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം. ഈ ആയത്തിൻ്റെ തഫ്സീറുൽ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ആണ് ഇത് പറയണത്. തഫ്സീറുൽ റാസിയിൽ കാണാം ലിമ ഹുസ്സർ റിജാൽ ബിദ്ദിക്രി. എന്താ ഇവിടെ റിജാൽ എന്ന് മാത്രം പറഞ്ഞത്? അതാ പുരുഷന്മാർ എന്ന് മാത്രം പറഞ്ഞത്. വൽ ജവാബ്, ആ ചോദ്യത്തിന് മറുപടി ലി അന്ന നിസാ ലസ്ന മിൻ അഹ്ലി തിജാറാത്തി ബിൽ ജമാഅത്തി, സ്ത്രീകൾ അങ്ങനെ പള്ളിയിൽ വന്ന് ജമാഅത്ത് നിസ്കരിക്കുന്നതിൻ്റെ ആൾക്കാരല്ല. തഫ്സീറുൽ ബഗവിയിൽ കാണാം ഖൗലുഹു റിജാൽ, റിജാൽ എന്ന വാക്കുണ്ടല്ലോ അല്ലാഹുവിൻ്റെ. ഖീല ഹുസ്സുർ റിജാൽ ബിദ്ദിക്രി ഫി ഹാദിഹിൽ മസാജിദ്, ഈ പള്ളികൾ എന്നുള്ളിടത്ത് പുരുഷനെ പരാമർശത്ത് ലി അന്നഹു ലൈസ അല നിസായി ജുമുഅ വല ജമാഅ, അവർക്ക് ജുമുഅ ഇല്ല, പള്ളിയിലെ ജമാഅത്തുമില്ല. തഫ്സീറുൽ ഖാസിൽ അങ്ങനെ കാണാം. അതുപോലെ ഹാഷിയത്തു സ്വാവിയിൽ അങ്ങനെ കാണാം.
കൈഫ ഖുസ്സർ റിജാൽ ബിൽ മദ്ഹി വസ്സനായി ദൂന നിസായി ഫൽ ജവാബു ലാ ജുമാഅത്ത അലൻ നിസായി വലാ ജമാഅത്ത് ഫിൽ മസാജിദി. റൂഹുൽ ബയാനിൽ അങ്ങനെയുള്ളത്. സ്ത്രീകൾക്ക് ജുമാ ഇല്ല, അവർ പള്ളിയിലുള്ള ജമാഅത്തുമില്ല. ജമാഅത്ത് പെണ്ണുങ്ങൾക്കുണ്ട്, പക്ഷെ പള്ളിയിൽ വന്നുകൊണ്ടുള്ള ജമാഅത്തില്ല. വ തഖ്സീസു റിജാലി ബിദ്ദിക്രി, ഈ പുരുഷന്മാർ മാത്രം പറഞ്ഞത് ലി അന്നഹ അൽ അഹിഖാഉ ബിൽ മസാജിദി, കാരണം പള്ളിയുമായി ഏറ്റവും ബന്ധപ്പെട്ടവരാരാണ്? പുരുഷന്മാരാണ്. ഫഖദ് അഖ്റജ അഹ്മദു വൽ ബൈഹഖി അൻ ഉമ്മി സലമത്ത റളിയല്ലാഹു അൻഹ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മു സലമ റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യ, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖൈറു മസാജിദിൻ നിസായി കഅറു ബുയൂതിഹിന്ന, പെണ്ണുങ്ങളുടെ നിസ്കാരത്തിൻ്റെ സ്ഥലങ്ങളിൽ ഏറ്റവും ഉത്തമമായത് ഏതാണ്? വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളാണ്. ഇത് അപ്പോൾ അള്ളാഹുവാണ് നമുക്ക് നിലപാട് പറഞ്ഞേണ്ടത്. അതാണ് ഇപ്പോൾ ഈ ആയത്ത് നമുക്ക് മനസ്സിലായത് ഇമാമിങ്ങൾ പറഞ്ഞതനുസരിച്ച്. പിന്നെ ഹദീസാണ്, ആ ആയത്തിൻ്റെ തഫ്സീറും അല്ലാതെയൊക്കെ ഹദീസ് കാണാം. ഖൈറു മസാജിദിൻ നിസായി കഅറു ബുയൂതിഹിന്ന, നബിതങ്ങളാണല്ലോ ഇസ്ലാമിന് നിലപാട് പറയേണ്ടത്. പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമം അവരെ വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളാണ്. ഈ ഹദീസ് മുസ്നദ് അഹ്മദിലുണ്ട്, സുനൽ കുബ്രയിൽ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, സ്വഹീഹ് ഇബ്ൻ ഹുസൈമയിൽ കാണാം, ഹാക്കിം റളിയല്ലാഹു അൻഹു മുസ്തദറക്കിൽ പറഞ്ഞിട്ടുണ്ട്, കൻസുൽ ഉമ്മാലുണ്ട്, മജ്മുഉ സവായിദിലുണ്ട്, അദ്ദുറുൽ മൻസൂറിൽ കാണാം, ഇബ്നു കസീറിൻ്റെ തഫ്സീറിൽ കാണാം, റൂഹുൽ മാനിയിലൊക്കെ കാണാം. ഇങ്ങനെ ഇത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ധാരാളം തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളും ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ ഈ ഹദീസുണ്ട്. പെണ്ണുങ്ങൾ നിസ്കരിക്കേണ്ടത് അവർ വീടിൻ്റെ ഉള്ളിലാണ്. അതാണ് നബി തങ്ങളുടെ നിലപാട്. പിന്നെ വേറൊരു ഹദീസ്, ഉമ്മു ഹുമൈദ് സായിദി റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന സ്വഹാബി വനിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നു. പ്രസിദ്ധമായ ഹദീസാണ്. അതാ സഹീഹ് ഇബ്നു ഹിബ്ബാനിലും സഹീഹ് ഇബ്നു ഹുസൈമയിലും മജ്മുഉ സവായിദിലും കൻസുൽ ഉമ്മാലിലും ഫതുൽ ബാരിയിലും തഫ്സീർ ഇബ്നു കസീറിലും അങ്ങനെ പലയിടത്തും ആ ഹദീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് പറയണം എന്താ, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഇന്നി വഹിബ്ബു സ്വലാത്ത മഅക്, എനിക്ക് അങ്ങയോടൊപ്പം നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പം നബിതങ്ങൾ പറഞ്ഞു, കഥ അലിം തു അന്നക്കി തുഹിബ്ബീന സ്വലാത്തമായി, അതെനിക്കറിയാം. കാരണം നബിതങ്ങളാണ് ഇമാമ്. മദീനത്തെ പള്ളി പറഞ്ഞാൽ ഇസ്ലാമിക ലോകത്ത് 2ാം സ്ഥാനത്തുള്ള പള്ളിയാണ് കൂലിയിൽ. ആർക്കും ആഗ്രഹം ഉണ്ടാവും. പിന്നെ മൗമൂമിങ്ങളാ സുദ്ദീഖുദ്ദാനെ പോലത്തെ നക്ഷത്രതുല്യരായ സ്വഹാബത്തുമാണ്. അപ്പം നബിതങ്ങൾ അതെനിക്കറിയാം. എന്നിട്ട് നബിതങ്ങൾ അന്ന് ഇനി നാളെ മുതൽ ഈ വന്നോ എന്നല്ല പറയണത്. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞത്, സ്വലാത്തുക്കി ഫി ബൈത്തിക്കി ഖൈറു മിൻ സ്വലാത്തിക്കി ഫി ഹുജറത്തിക്കി, നിൻ്റെ വീടിൻ്റെ ഉള്ളിൻ്റെ ആ പ്രൈവറ്റ് റൂമിൽ നിസ്കരിക്കലാണ് കോലായിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം. ഇങ്ങനെ പറഞ്ഞ വിധങ്ങൾ പറഞ്ഞു, നിൻ്റെ കുടുംബ പള്ളിയിൽ വെച്ച്, ചില വീടുകളിലൊക്കെ കുടുംബത്തിന് നിസ്കരിക്കാൻ പള്ളി ഉണ്ടാക്കും, ആ പള്ളിയിൽ വെച്ച് നിസ്കരിക്കലാണ് ഖൈറുൽ ലക്കി മിൻ സ്വലാത്തിക്കി ഫി മസ്ജിദി, എൻ്റെ പള്ളിയിൽ വെച്ച് എൻ്റെ പള്ളിക്ക് നിസ്കരിക്കാൻ വരുന്നേക്കാളും നിനക്ക് ഉത്തമം. അപ്പോൾ അവരെന്താ മനസ്സിലാക്കിയത്? ആ സ്വഹാബി വനിത, അവരാണല്ലോ നമുക്ക് മാതൃകാ വനിതകൾ. ആ സ്വഹാബി വനിത അമറത്ത്, അവർ ഒരു നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ റൂം ഉണ്ടാക്കാൻ പറഞ്ഞു. ഫബുനിയ ലഹ മസ്ജിദുൻ ഫി അഖ്സാ ഷൈഇൻ മിൻ ബൈത്തിഹാ വഅദ്ലമി, ആ വീടിൻ്റെ ഏറ്റവും ഇരുട്ടുള്ള ഏറ്റവും അങ്ങേ അറ്റത്തുള്ള ഒരു സ്ഥലത്ത് ഒരു നിസ്കാര റൂം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. ഫകാനത്ത് തുസല്ലി ഫി ഹത്താ ലഖിയത്തില്ലാഹി അസ്സ വജല്ല, അങ്ങനെ മരിക്കണ വരെ പിന്നെ ഒരു നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയിട്ടില്ല. അവർ വീടിൻ്റെ ഉള്ളിൽ വെച്ചാണ് എന്തായത് നിസ്കരിച്ചത് എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പള്ളിയിലേക്ക് വരട്ടെ എന്ന് ചോദിച്ച പെണ്ണിനെ വരണ്ട എന്ന് പറയണത്, പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ധാരാളം ഹദീസുകൾ കാണാം. സുദീർഘമായൊരു ഹദീസ് ദുറുൽ മൻസൂറിലും താരീഖ് ദിമഷ്കിലൊക്കെ കാണാൻ പറ്റണേ. അരിജാലു ഖവ്വാമൂൻ എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ ദുറുൽ മൻസൂറിലൊക്കെ കാണാം. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു എന്ന് പറഞ്ഞൊരു ഹദീസാണ്. അസ്മാഉ ബിൻതി യസീദുൽ അൻസാരി എന്ന് പറയുന്ന സ്വഹാബി വനിത അന്നഹാത്തത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ അടുത്ത് വന്നു. വഹുവ ബൈന അസ്ഹാബിഹി, നബി തങ്ങൾ സ്വഹാബത്തിന് കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ആ സ്വഹാബി വനിത ചോദിക്കണം, എന്താ അബി അന്ത വ ഉമ്മി, എൻ്റെ ഉമ്മി ഉപ്പയൊക്കെ അങ്ങേക്ക് ദണ്ഡമാണ്. ഇന്നി വാഫിദുൻ നിസായിലേക്ക, ഞാൻ സ്ത്രീകളുടെ പ്രതിനിധിയായിട്ടാണ് വരുന്നത്. മാമിൻ ഇമ്രാത്തിൻ കായിനത്തിൻ ഫി ഷർക്കിൻ വല വർബിൻ സമിഅത് ബി മഖ്റജി ഹാദ ഇല്ലാ വഹിയ അല മിസ്ലി റൈ,
ഈ ലോകത്തുള്ള എൻ്റെ പുറപ്പെടൽ കൊണ്ട് ഈ നബിതങ്ങളെ ചോദിക്കാൻ വേണ്ടി എൻ്റെ വര പറഞ്ഞ ലോകത്തുള്ളൊരു പെണ്ണും എൻ്റെ അഭിപ്രായത്തിന് വിരുദ്ധ അഭിപ്രായക്കാരല്ല, എല്ലാവരും എൻ്റെ അഭിപ്രായക്കാരാണ്. എന്നിട്ട് സുദീർഘമായ ചോദ്യമാണ്. അവർ പറഞ്ഞു, തീർച്ചയായിട്ടും അള്ളാഹു അങ്ങയെ നിയോഗിച്ചത് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകളുടെയും പ്രവാചകനാണ്. അതുകൊണ്ട് ആമന്ന ബിക വ ബിലാഹിക്ക, ഞങ്ങൾ അങ്ങയിലും അങ്ങനെ ഇലാഹിലും വിശ്വസിച്ചു. എന്നാൽ ഞങ്ങൾ പെണ്ണുങ്ങൾ, ഈ സ്ത്രീ സമൂഹം മഹ്സൂറാത്തുൻ മഖ്സൂറാത്തുൻ കവായിദ ബുയൂത്തിക്കും, ഇന്ന് പലരും പറയല്ലോ അടുക്കള പുഴുക്കലാക്കി എന്നൊക്കെ പറയല്ലോ. അവരാ രീതിയിൽ പറഞ്ഞല്ല, ഈ 4 ചുമരുകൾക്കിടയിൽ തളച്ചിടപ്പെട്ടവരാണല്ലോ ഞങ്ങൾ. നിങ്ങളെ കുട്ടികൾ ഗർഭം ചുമക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. പക്ഷെ നിങ്ങൾ പുരുഷന്മാർ ഫുദ്ദിൽതും അലൈനാ ബിൽ ജുമാഅത്തി വൽ ജമാഅത്ത്. അപ്പം അന്നും പെണ്ണിന് അതില്ലാന്ന് മനസ്സിലായി. ഫെമിനിസ്റ്റുകളുടെ ചോദ്യമാണ്. അതെ, അത് എല്ലാ കാലത്തുള്ള ഈ സ്ത്രീപക്ഷപാതം എന്ന പേരിൽ പറയുന്ന സംഘ സ്ത്രീപക്ഷപാതം അല്ലാതെ സ്ത്രീ വിരുദ്ധവാദമാണ്. അതുണ്ട്, കപടതയുണ്ട്, ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് നമുക്ക് വിശദമായി പിന്നെ പറയേണ്ടതാണ്. എന്തായാലും അവരെ ചോദ്യത്തിൽ എന്താണുള്ളത്, ജുമാ ജമാഅത്ത് കൊണ്ട് പുരുഷന്മാർക്കേ ആ ശ്രേഷ്ഠതുള്ളൂ, ഞങ്ങൾക്കില്ലല്ലോ. അതുകൊണ്ട് നബിയെ, അതുപോലെ ജിഹാദിന് പോവുക അതൊക്കെ ഉണ്ട്. അതുപോലെ ഹജ്ജിനും ഉംറക്കൊക്കെ പുരുഷൻ പോയാൽ ഞങ്ങൾ നിങ്ങളെ സമ്പത്ത് സംരക്ഷിക്കണം, നിങ്ങളെ വസ്ത്രം സൂക്ഷിക്കണം, നിങ്ങളെ മക്കളെ പോറ്റണം. ഫമാനുഷാരിക്കും ഫിൽ അജ്രി യാ റസൂലല്ലാഹ്. അവരെ വിഷയം അല്ലാതെ ഇറങ്ങി പുറത്ത് ചാടലല്ല. അതായത് മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കണ കൂലി ഞങ്ങൾക്ക് കിട്ടണ്ടേ, ജിഹാദിനോട് കൂലി ഞങ്ങൾക്ക് കിട്ടണ്ടേ, ഇത് പുരുഷന്മാർക്ക് മാത്രം മതിയോ എന്നൊക്കെയാണ് അവരുടെ ചോദ്യം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വഹാബത്തിലേക്ക് തിരിഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഒരു പെണ്ണ് ദീനിൻ്റെ വിഷയത്തിൽ ചോദിക്കണം കേട്ടിട്ടുണ്ടോ? ദീനിൻ്റെ വിഷയത്തിൽ ചോദിച്ചാൽ, കാരണം ആ താല്പര്യം കൊണ്ട് ചോദിച്ചാൽ ആണ്. അപ്പോൾ അവർ പറഞ്ഞു, നബി ഇത് ചോദിച്ച് കേട്ടിട്ടുണ്ടെന്നല്ല, ഇങ്ങനെ ചോദിക്കുന്നു ധരിച്ചിട്ട് പോലും ഞങ്ങളില്ല എന്നാണ് അവർ മറുപടി പറയണത്. അപ്പം നബി തങ്ങൾ അന്നഞ്ഞ് ഞാൻ ആലോചിച്ചിട്ടില്ല ഇതൊന്നും, ഇജ്ജ് നാളെ മുതൽ പള്ളിക്ക് വന്നോന്നാണ് പറഞ്ഞത്. അല്ല, ഇന്നും സ്വരിഫി അയ്യത്തുഹൽമർ, തിരിച്ചു പോയിക്കോ, നീ നാളെ വന്നൊന്നല്ല. വാലിമി മൻ ഖൽഫക്കി മിനൻ നിസായി, എന്നിട്ട് കുറേ പെണ്ണുങ്ങളെ പ്രതിനിധിയാണെന്നല്ല പറഞ്ഞത്, അവരോട് അറിയിക്കണം പെരിയിലെ ഭർത്താവിനും കുടുംബത്തിനൊക്കെ പരിചരിച്ച് നിൽക്കുന്നത് യാദിലു ദാലിക കുല്ലഹു, ഈ മദീനത്തെ പള്ളി വന്ന് നിസ്കരിക്കുന്നതിൻ്റെയും ജിഹാദിന് പോകുന്നതിൻ്റെയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാറ്റിനും കൂലി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് സ്ത്രീകൾക്കൊരു സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. പുരുഷന്മാർ എന്തായാലും എന്താണ് പള്ളിയിൽ വരണം എന്ന് പറയുമ്പോൾ അങ്ങനെ വരേണ്ടതില്ല. ആര്? പെണ്ണുങ്ങൾ വരേണ്ടതില്ല. ഓല് വന്നിട്ടില്ലെങ്കിലും പുരുഷന്മാർ എന്ത് ചൂടും തണുപ്പാണെങ്കിലും പള്ളിയിൽ വന്ന് ജുമയും ജമാഅത്തൊക്കെ നിർവഹിക്കുമ്പോൾ അതിൻ്റെ കൂലി വീട്ടിൽ വെച്ച് നിസ്കരിച്ചാലും അവർക്ക് കിട്ടും എന്ന് നിബിധങ്ങൾ പഠിപ്പിക്കുമ്പോൾ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. സ്ത്രീയെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുകയാണ് ചെയ്തത്. ജുമാക്ക് നിർബന്ധമായും പുരുഷൻ വരണമെന്ന് പറയുമ്പോൾ അതൊരു സ്വാതന്ത്ര്യം ഇല്ലാതാക്കല്ല. നിങ്ങൾക്ക് നിർബന്ധമല്ല നിങ്ങൾ വരണ്ട എന്ന് പറയുമ്പോൾ അത് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കല്ല ചെയ്യണത്. ജുമാക്ക് വന്നിട്ടില്ലെങ്കിൽ പുരുഷൻ നരകത്ത് പോവും, ജുമാക്ക് വന്നിട്ടില്ലെങ്കിൽ സ്ത്രീ നരകത്ത് പോവോ? ഇല്ല. അപ്പോൾ പെണ്ണിന് സ്വാതന്ത്ര്യം നൽകുകയാണ് ഇസ്ലാം നൽകിയിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഈ വിഷയത്തിൽ എന്താ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വരുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലപാട് എന്ത് എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിലപാടിൻ്റെ കൂടെയാണ് നമ്മളൊക്കെ നിൽക്കേണ്ടത്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഉസ്താദ് വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞ ചോദ്യത്തിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. മാഷാ അല്ലാഹ്. നമ്മൾ രണ്ടാമത്തെ ഒരു ചർച്ചയിലേക്ക് കൂടെ പോകും അല്ലേ ഉസ്താദ്? ഓക്കെ, ഇൻഷാ അല്ലാഹ്. നമുക്ക് ഇസ്ലാം സ്ത്രീകളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ് എന്ന ആരോപണത്തെ എങ്ങനെയാണ് നമ്മൾ? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം നിഷേധിക്കല്ല, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ജുമാക്ക് നിർബന്ധമായും പുരുഷൻ വരണമെന്ന് പറയുമ്പോൾ അങ്ങനെ വരണ്ട എന്ന് പറയുമ്പോൾ അത് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്, നിഷേധിക്കല്ല. മറ്റൊന്ന്, സ്ത്രീക്ക് ഇസ്ലാം പരിഗണിച്ചതുപോലെ, സ്ത്രീക്ക് ഇസ്ലാം നൽകിയ ആദരവ് പോലെ ഏതെങ്കിലും ഒരു ദർശനമോ ഏതെങ്കിലും മതമോ നൽകിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമുമായി കടന്നു വന്ന കാലഘട്ടം ചരിത്രത്തിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറന്ന് വീണത് പെണ്ണാണെന്നറിഞ്ഞാൽ കുഴിച്ചു മൂടിയിരുന്ന സ്ത്രീ സമൂഹത്തെ അത്രയും മോശമായി കണ്ടിരുന്നൊരു ജനത. ആ ജനതയ്ക്ക് മുന്നിൽ വന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എനിക്ക് സുഗന്ധവും സ്ത്രീയുമാണ് ഇഷ്ടം,
അതേത് കാലത്താണ് പറഞ്ഞു നോക്കണം. സുഗന്ധത്തെ പോലെ പരിചരിക്കേണ്ടവരും പരിഗണിക്കേണ്ടവരുമാണ് ആര്? സ്ത്രീകൾ എന്നാണ് നബിതങ്ങൾ പറഞ്ഞത്. പിന്നെ നബിതങ്ങളുടെ പ്രസിദ്ധമായ വചനം നമുക്കൊക്കെ അറിയാം, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാദ്, സ്വർഗം ഉമ്മമാരുടെ കാൽച്ചുവട്ടിലാണ്. ഉപ്പമാരുടെ എന്നല്ല പറഞ്ഞത്, ഉമ്മമാരുടെ കാൽച്ചുവട്ടിലാണ്. ഉമ്മ പറഞ്ഞ പെണ്ണാണല്ലോ. പിന്നെ നബിതങ്ങൾ പറഞ്ഞത് നമ്മൾ ഈമാൻ പരിപൂർണമാവണമെങ്കിൽ അത് ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറണം. ഭാര്യ പറഞ്ഞ പെണ്ണാണല്ലോ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിശുദ്ധമായ പ്രസിദ്ധമായ ഹദീസിലും തിരുവചനം കാണാം, ഒരു പെൺകുട്ടിയെ പോറ്റി വളർത്തിയാൽ നരകത്തെ തൊട്ട് പരിചയമാണ്. പെൺമക്കളെ വളർത്തുന്നതിൻ്റെ മഹത്വം പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഉപ്പയാണെങ്കിലും ആങ്ങളയാണെങ്കിലും മകനാണെങ്കിലും ഭർത്താവാണെങ്കിലും ഒക്കെ സ്ത്രീയെ എന്താവണം? പരിഗണിക്കണം എന്നാണ്, പരിഗണിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത്. പിന്നെ ചില നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. അതിപ്പോൾ നമ്മൾ ഹെൽമെറ്റ് ധരിച്ച് പോകുമ്പോൾ നമുക്കൊക്കെ തോന്നി ഇത് സ്വാതന്ത്ര്യം നിഷേധിക്കണമെന്ന്. പക്ഷെ അതൊരു അപകടത്തിൽപ്പെട്ട് തല പൊട്ടാതിരിക്കുമ്പോഴാണ് മനസ്സിലാവല്ല ഇതെൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. മാസ്ക് ധരിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മാസ്ക് ധരിക്കുമ്പോൾ കണ്ണട മൂടും. അപ്പോൾ ഭയങ്കര പ്രയാസമാണ് നമുക്ക്. പക്ഷേ ആ മാസ്ക് ധരിച്ചുകൊണ്ട് നമ്മളെ കൊറോണ പിടികൂടിയിട്ടില്ല എന്നറിയുമ്പോഴാണ് എന്താവുക, അത് അത്രയും സുരക്ഷിതമാണ് എന്ന് മനസ്സിലാക്കുക. ഇതേപോലെ ഒരു സ്ത്രീ എന്ന് പറയുന്നത് അവളെ പല രീതിയിലും പല കഴുകന്മാരും കണ്ടാസ്വദിക്കാനും നോക്കാനൊക്കെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവളുടെ സുരക്ഷയ്ക്ക് വേണ്ടി കൂടിയാണ് ഇസ്ലാം ഇത് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം പറയാം. സ്വർണവും ഇരുമ്പും, ഏറ്റവും മൂല്യമുള്ള വസ്തു ഏതാണ്? സ്വർണ്ണമാണ്. ഇരുമ്പും മൂല്യമുള്ള തന്നെയാണ്. പക്ഷേ ഇരുമ്പ് നമ്മൾ റോട്ടിലൊക്കെ ഇരുമ്പ് കച്ചവടം ചെയ്യുന്ന അവിടെ നമ്മൾ കാണാം, റോട്ടിലിടും. സ്വർണം റോട്ടിൽ തൂക്കിയിടില്ല. അത് ജ്വല്ലറിയിൽ ഒരു ചുവപ്പ് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഡപ്പൻ്റെ ഉള്ളിൽ അൽമറയിൽ സൂക്ഷിക്കുക ചെയ്യുക. അപ്പോൾ ആരെങ്കിലും പറയുമോ സ്വർണത്തിന് ഒരു പരിഗണനയും കൊടുത്തിട്ടില്ല, ഇരുമ്പിനിപ്പോൾ എല്ലാ റോട്ടിലും ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ട്? ഇല്ല. അത് സ്വർണത്തിന് പരിഗണന കൊടുത്തതാണത്, കള്ളന്മാരിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു പ്രശ്നം പുരുഷനില്ല, അതുകൊണ്ട് അത് പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അലമാരയിൽ കെട്ടിപ്പൂട്ടി വെച്ചു എന്നുകൊണ്ട് സ്വർണത്തിന് പരിഗണന ഇല്ല എന്നല്ല, സ്വർണത്തെ നമ്മൾ ഒന്നുകൂടി പരിഗണിച്ചു എന്നാണ് വരുന്നത്. അതൊരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. എന്തായാലും ഇസ്ലാം സ്ത്രീയുമായി ബന്ധപ്പെട്ട് ചില നിയന്ത്രണങ്ങളും മറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അത് നിസ്കരിക്കാൻ വരുന്നതിന് മാത്രമല്ല പല കാര്യങ്ങളിലും. ആ നിയന്ത്രണങ്ങൾ ഒരിക്കലും മുസ്ലിം സ്ത്രീക്ക് ആണ് ബാധകം. അവളാണ് അത് നിർവഹിക്കേണ്ടതും. അള്ളാഹുവിനെയും റസൂലിനെയും മഹ്ശറയൊക്കെ പേടിക്കുന്ന മുസ്ലിം സഹോദരിമാരോടാണ് പറയണത്. അപ്പോൾ തീർച്ചയായിട്ടും ആ നിയന്ത്രണങ്ങൾ പാലിക്കപ്പെടുമ്പോൾ, ഈമാനുള്ള സ്ത്രീകൾ അത് പാലിക്കപ്പെടുമ്പോൾ അത് അവരുടെ ദുനിയാവും ആഖിറും സംരക്ഷിക്കപ്പെടും അതിലൂടെ എന്നതാണ്. അപ്പോൾ ഒരിക്കലും ഇത് അവരുടെ സ്വാതന്ത്ര്യ നിഷേധമല്ല, അതവിടെ പരിഗണിച്ചതാണ്, അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നതാണ് എന്നർത്ഥം. മൂല്യം കൂടുന്തോറാണല്ലോ നമ്മൾ ഏതൊരു സാധനത്തിനും വീര്യം കൂടും. അതെ, അതിന്റെ പ്രൊട്ടക്ഷനും വർദ്ധിപ്പിക്കല്ലേ. ഏത് സാധനം തന്നെയല്ല, ലോക പോലീസായ വലിയ അമേരിക്കയുടെ പ്രസിഡന്റിനുള്ള പ്രൊട്ടക്ഷൻ വേറെ പ്രസിഡന്റ് ഉണ്ടാവും. അതങ്ങനെ തന്നെ. സ്ത്രീക്കാണ് കൂടുതൽ ഇസ്ലാമിലെ പരിഗണനയും കൂടുതൽ പ്രൊട്ടക്ഷനും, പുരുഷനേക്കാളൊക്കെ ഉള്ള സ്ഥാനം കൂടുതൽ ഇസ്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക്. സ്ത്രീക്ക് വലിയ പുരുഷനും സ്ത്രീ വർഗം നോക്കുമ്പോൾ പുരുഷവർഗത്തിനാണ് സ്ഥാനം. കാരണം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പുരുഷൻ. അങ്ങനെയാണെങ്കിലും പക്ഷേ ഖുർആനിൽ മുസ്ലിമീങ്ങളുടെ ഉപമയായി പറഞ്ഞ മുസ്ലിം വനിതകൾ ഇല്ലേ? മറിയം ബീവി റളിയല്ലാഹു അൻഹ, ആസിയ ബീവി റളിയല്ലാഹു അൻഹ പോലത്തെ. ഇപ്പോൾ മറിയം ബീവി റളിയല്ലാഹു അൻഹക്ക് മുസ്ലിമീങ്ങളുടെ ഉപമയാണ് എന്നതിൽ യാതൊരു സംശയവുമല്ല. അപ്പോൾ അവർ പള്ളിയിൽ ജനിച്ച് വളർന്നവരാണ്. അതുകൊണ്ട് മുസ്ലിം പെണ്ണുങ്ങളൊക്കെ അവരെ മാതൃകയായി പറഞ്ഞത് അവരെയല്ലേ. അതുകൊണ്ട് മുസ്ലിം പെണ്ണുങ്ങളൊക്കെ പള്ളിയിൽ പോകണം എന്ന് കാലങ്ങളായി വഹാബി പ്രസ്ഥാനം, അവരാണിപ്പോൾ ഈ പെണ്ണുങ്ങളെ കൊണ്ടുപോകലുമായി നിസ്കരിക്കാൻ കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട് ആദ്യമായി കേരളത്തിൽ ചർച്ച വലിച്ചിട്ടവർ. അതിന് ധാരാളം കാലങ്ങളായി നമ്മളെ പണ്ഡിതന്മാർ മറുപടി പറഞ്ഞിട്ടുള്ള വിഷയമാണ്. ആണ് അവർ പള്ളിയിൽ വളർന്നു പറഞ്ഞാൽ ഒന്ന് അവർ ശരീഅത്തും നമ്മളെ ശരീഅത്തും വ്യത്യാസമുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതോടുകൂടെ മറ്റുള്ള ശരീഅത്തൊക്കെ എന്തായിക്കണേ? അല്ലല്ലോ, ദുർബലപ്പെട്ട് പോയിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് അവരുടെ ശരീഅത്ത് നിയമങ്ങൾ ഈമാൻ്റെ വിഷയത്തിൽ അവർ നമുക്ക് വലിയ മാതൃക തന്നെയാണ്. പക്ഷേ നമുക്കുള്ള നിയമങ്ങളാവില്ല അവർക്കുള്ള നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വിശദമായി പറയേണ്ടതാണ്. അതൊരിക്കലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമത്തെ ബാധിക്കുന്ന സംഗതിയല്ല എന്നർത്ഥം. ഒരു ചർച്ചയിലേക്ക് നമുക്ക് പോകാം. സ്ത്രീകൾക്ക് സത്യത്തിൽ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും? ഇത് ലളിതമായ ചോദ്യമാണ്. പക്ഷെ ആ വിഷയത്തിൽ ഒരു വലിയ കബളിപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ത്രീ പള്ളിപ്രവേശം എന്ന് പറഞ്ഞിട്ട് മൗദൂദികളും വഹാബികളും അമ്പലപ്രവേശം എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പ്രശ്നം ഇസ്ലാമിലുണ്ട് എന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഒരു പെണ്ണ് ഒരു സ്ത്രീ പള്ളിയിൽ പ്രവേശിച്ചു എന്നതുകൊണ്ട് ആ പള്ളി അശുദ്ധമാവുമെന്ന നിലപാട് നമുക്കില്ല. ഒരു പെണ്ണ് പള്ളിയിൽ പ്രവേശിച്ചു എന്നതുകൊണ്ട് ആ പള്ളി അശുദ്ധമാവുമെന്ന നിലപാട് നമുക്കില്ല. പെണ്ണ് പള്ളി എന്നതല്ല നമ്മളെ പ്രശ്നം. പിന്നെ നിസ്കാരത്തിന് വേണ്ടി സ്വന്തം വീട് വിട്ടിറങ്ങുക, അത് മദ്രസയിലേക്കാണെങ്കിലും അത് മറ്റ് കെട്ടിടങ്ങളിലേക്കാണെങ്കിലും അത് മറ്റ് മൈതാനങ്ങളിലേക്കാണെങ്കിലും പള്ളിയിലേക്കാണെങ്കിലും, അത് പള്ളി എന്നതുകൊണ്ട് പ്രശ്നമായതല്ലതേ. നിസ്കരിക്കേണ്ടത് അവളെവിടെയാണ്? വീടിൻ്റെ ഉള്ളിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞല്ലോ. പിന്നെ അത് ഫിത്നയും ഫസാദുമുള്ള കാലത്ത് അത് നിഷിദ്ധമാണെന്ന് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ സ്ത്രീ നിസ്കരിക്കാൻ വേണ്ടി വീട് വിട്ടിറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം. പള്ളിയിൽ പ്രവേശിക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ നമ്മുടെ പള്ളിയുടെ പരിസരത്ത് സൗകര്യമുണ്ട് പലയിടത്തും. കാരണം അത് നിസ്കരിക്കാൻ വേണ്ടി വരുന്ന പെണ്ണുങ്ങൾക്കല്ല, മറ്റാവശ്യങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്കും മറ്റൊക്കെ വരുന്ന പെണ്ണുങ്ങൾക്കും നിസ്കരിക്കണ്ടേ, യാത്രക്കാർക്കാണ്. ആ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനല്ല. അതന്നെ അന്യപുരുഷന്മാർ കലരുന്ന രീതിയിലൊന്നും ആവർക്കാനാണ് അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ സൗകര്യം ചെയ്യണത്. പള്ളി നീതി വെക്കാറില്ല. ഇല്ല മുസ്ലിം യാത്രക്കാരായ അങ്ങനെ തന്നെ അത് കൊടുക്കണം, ചെയ്ത് കൊടുക്കേണ്ട തന്നെയാണ്. പഴയ കാലത്തൊക്കെ വീടുകളും മറ്റൊക്കെയാണ് കയറി യാത്രക്കാർ നിസ്കരിച്ചിരുന്നത്. അപ്പോൾ അതിനേക്കാളും യാത്ര കൂടി, വാഹനങ്ങൾ കൂടി, തിരക്ക് കൂടി. അപ്പോൾ ഓരോ ഹോസ്പിറ്റലും കേന്ദ്രീകരിച്ചും ഓരോ കെട്ടിടങ്ങളിലൊക്കെ ഇപ്പോൾ സ്ത്രീകൾ നിസ്കരിക്കാൻ സൗകര്യമുണ്ട്. അപ്പോൾ സ്ത്രീ പള്ളി എന്നതല്ല പ്രശ്നം എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ പ്രശ്നം ഇല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി. ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരലും ഉംറ ചെയ്യാൻ വേണ്ടി വരണം എന്നൊക്കെ ഉണ്ട്. അവിടെ നാസ് എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. അതിൽ ആണും പെണ്ണും പെട്ടു. അതെ, ഏറ്റവും പുണ്യമാക്കപ്പെട്ട പള്ളിയും ഏറ്റവും ഒന്നാമത്തെ പള്ളിയും ഏറ്റവും പവിത്രമായ പള്ളിയൊക്കെ മസ്ജിദുൽ ഹറമല്ലേ. ആ പള്ളിയിൽ പുരുഷനെ പോലെ തന്നെ ആരും പ്രവേശിക്കണം. ആര്? പെണ്ണും പ്രവേശിക്കണം. അവൾക്ക് തവാഫ് ചെയ്യണമെങ്കിൽ അവിടെ പ്രവേശിക്കണ്ടേ? നിസ്കരിക്കാൻ വേണ്ടിയല്ല, തവാഫ് ചെയ്യാൻ വേണ്ടി പ്രവേശിക്കണ്ടേ? അപ്പോൾ പള്ളിയിൽ പെണ്ണ് കയറുക എന്നുള്ളത് പ്രശ്നമുള്ള കാര്യമല്ല. പ്രശ്നമുള്ള സമയമുണ്ട്. ആർത്തവകാരിയായ പെണ്ണിന് പള്ളി കിടക്കാൻ പറ്റില്ല. അതിപ്പോൾ വലിയ അശുദ്ധിക്കാരനായ പുരുഷനും കിടക്കാൻ പറ്റില്ല. അതിൽ സ്ത്രീയും പുരുഷനൊക്കെ സമം തന്നെയാണ്. അല്ലാതെ സ്ത്രീ എന്നതുകൊണ്ട് പള്ളി അവൾക്ക് നിശ്ചിതമായതല്ല. അതാണ്, അല്ലാതെ സ്ത്രീ എന്ന നിലക്കല്ല. അപ്പോൾ പെണ്ണ് മസ്ജിദുൽ ഹറമിൽ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ തവാഫിന് വേണ്ടി. അപ്പോൾ സ്ത്രീകൾ നിസ്കരിക്കാൻ വേണ്ടി വീട് വിട്ടിറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി മസ്ജിദുൽ ഹറമക്കാണെങ്കിലും വലിയ വരരുത്. മസ്ജിദുൽ ഹറമക്ക് തവാഫിന് വേണ്ടി വന്നപ്പോൾ നിസ്കാരത്തിന് സമയം ഞങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പം നിസ്കരിച്ചതിനും പ്രശ്നമില്ല. നിസ്കരിക്കാൻ വേണ്ടി മസ്ജിദ് നബവിക്ക് സിയാറത്തിന് വേണ്ടി പോകാറുണ്ട്. അത് പ്രശ്നമാണ്. സുന്നികളാണ് നമ്മളും പറയണില്ല. പക്ഷെ അത് നബി തങ്ങൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടി. നിസ്കരിക്കാൻ വേണ്ടി എന്താ വേണ്ട? പോവണ്ട. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു പ്രസിദ്ധമായ ഹദീസാ, ലാ തംനൂ ഇമാഅല്ലാഹി മസാജിദല്ലാഹി വബുയൂതുന ഖൈറുൽ ലഹുന്ന. അതിന് ഷാഫി ഇമാം പറഞ്ഞ അർത്ഥം തന്നെ മസ്ജിദുൽ ഹറമിനെ തൊട്ട് തടയരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാ പള്ളിയും തൊട്ടൊന്നല്ല, മസ്ജിദുൽ ഹറമിനെ തൊട്ട് തടയരുതെന്നാണ് ആണ് എന്നാണ്. കാരണം തവാഫ് ചെയ്യാൻ വേണ്ടി വേണ്ടേ. അപ്പോൾ ഒരു ചോദ്യം വരും, അപ്പോൾ ഇനി എന്താ കാട്ടുക? അതിന് മറുപടി തങ്ങൾ തന്നെ പറയണം, വബുയൂതുന ഖൈറുൽ ലഹുന്ന. ഒരു നിസ്കരിക്കാനും മറ്റൊക്കെ ഓൾക്ക് ഏറ്റവും ഉത്തമം ഏതാണ്? ഈ കൂലി കിട്ടാനാണല്ലോ പെണ്ണുങ്ങൾ പോണത്, വ്യക്തമായിട്ട് പറയും ചെയ്തേക്കണം. അപ്പോൾ കൂലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം സ്ത്രീകളൊക്കെ ഇവിടെ തന്നെ നിസ്കരിക്കേണ്ടത് വീട്ടിൽ നിന്ന് നിസ്കരിക്കേണ്ടത്. അല്ലെങ്കിൽ പുറത്തിറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അത് പള്ളിയിലേക്കും അങ്ങാടിയിലേക്കൊക്കെ അങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് അതിന് ഇസ്ലാം പ്രോത്സാഹനം നൽകുന്നില്ല.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പള്ളി പെണ്ണ് എന്നതല്ല വിഷയം. ഒരു പെണ്ണ് പള്ളിയിൽ കയറി നിന്നിട്ട് ആ പള്ളി അശുദ്ധമാവുന്നുള്ള നിയമം ഇസ്ലാമിലില്ല. നിസ്കരിക്കാൻ വേണ്ടി വീട് വിട്ട് പെണ്ണ് പള്ളിയിലേക്ക്, അങ്ങാടിയിലേക്ക്, അല്ലെങ്കിൽ മൈതാനത്തേക്ക്, അല്ലെങ്കിൽ മദ്രസക്ക്, അല്ലെങ്കിൽ മറ്റു കെട്ടുകളിലെങ്കിൽ അതൊക്കെ പാടില്ലാത്തതാണ്. കാരണം നിബിധങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന, അവരെവിടെ വെച്ച് നിസ്കരിക്കണം? വീട്ടിൽ വെച്ച് നിസ്കരിക്കണം. അടുത്ത് നിസ്കരിക്കാൻ വേണ്ടി സ്ത്രീകൾ വീട് വിട്ടിറങ്ങുന്നതുമായി സംബന്ധിച്ച് നമ്മുടെ പൂർവികരുടെ നിലപാടുകൾ എന്തായിരുന്നു? അതേക്കുറിച്ചുകൂടി ഒന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അവസാനിപ്പിക്കാം നമുക്കല്ലേ? ഇൻഷാ അല്ലാ. അതായത് അത് നമ്മൾ പറഞ്ഞതിൽ നിന്ന് തന്നെ വ്യക്തമായി പോകുന്നു. ഖുർആനെതിരെ പൂർവികർ പറയില്ല. ഖുർആൻ നമ്മൾ പറഞ്ഞു, ഹദീസിനെതിരും പൂർവികർ പറയില്ല. നമ്മൾ പൂർവികർ പറഞ്ഞനുസരിച്ചാണ് ഈ ഹദീസും ഖുർആനൊക്കെ പറയണത്. നമ്മൾ സ്വന്തം ഖുർആൻ ഹദീസും പറയുന്ന ആൾക്കാരുമല്ല. എന്നാൽ നമുക്ക് പൂർവികർ ആ വിഷയത്തിൽ നിലപാടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പൂർവികരിൽ ഒന്നാം സ്ഥാനത്തുള്ള സ്വഹാബത്താണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് നിലപാടൊക്കെ നമ്മൾ പറഞ്ഞു. സ്വഹാബത്തിൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ബഹ്ജത്തുൻ നുഫൂസിൽ കാണാം വമൻഉദാലിക, അതായത് പുരുഷന്മാരോടൊപ്പം സ്ത്രീകൾ നിസ്കരിക്കാൻ വേണ്ടി വരൽ, അത് തടയൽ. പെണ്ണിന് പള്ളിയത്തോട്ട് തടയൽ സമസ്തക്കാർ മാത്രം ചെയ്യണമല്ല. അത് മിൻ സമാനിൽ ഖുലഫാഇ, ഖുലഫാഉർ റാഷിദിൻ്റെ കാലം മുതൽ തന്നെ തടഞ്ഞിട്ടുണ്ട്. വമിമ്മാറുബിയ ഫീ ദാലിക്കൽ വക്തി, ആ കാലത്ത് ആ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഗതിയാണ് ഖൗലു ആയിഷത്ത് റളിയല്ലാഹു അൻഹ. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ പ്രസിദ്ധമായൊരു സംഭവമുണ്ട്, ലു അദറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅദത്തിൻ നിസാഉ ലമ്മനഅഹുന്ന എന്നുള്ളത്. പെണ്ണുങ്ങൾ ഈ പിന്നൊക്കെ നിബിധങ്ങൾ കാലത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിബിധങ്ങൾ വിലങ്ങുമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് പാടില്ല എന്നാണ് ആയിഷ ബിബി പറയണത്. അതുപോലെ വഖൗലു സൗജത്തി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹുവിൻ്റെ ഭാര്യയായ ആത്തിക റളിയല്ലാഹുവിൻ്റെ കൗലും പെണ്ണ് പള്ളിയിൽ വരണ്ട എന്നുള്ള തെളിവാണ്. ആത്തിക ബീവിന് പൊതുവെ പെണ്ണ് പള്ളിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഈ വഹാബികൾ തെളിവാക്കലുണ്ട്. എന്താണ് അവർ പറഞ്ഞത്? ലമ്മം തനാത്തിമിന് ഖുറൂജി, ആത്തിക ബി പള്ളിയിൽ പോയിക്കണെങ്കിൽ ഒരു പള്ളിയിൽ പോക്ക് നിർത്തുകയും ചെയ്തിരിക്കണ്. ആ നിർത്തിയപ്പോൾ അവർ പറഞ്ഞ സംഗതി എന്താണ്? ഫസ് അലഹാൻ ദാലിക്ക, എന്തെങ്കിലും ഇപ്പോൾ പള്ളിയിൽ പോകാത്തും ചോദിച്ചു. അപ്പോൾ ഫക്കാലത്ത് ഫസദന്നാസ്, ജനങ്ങൾക്ക് കുഴപ്പത്തിലായി. അപ്പോൾ ആ സ്വഹാബി വനിതയും മനസ്സിലാക്കിയത് ജനങ്ങൾ കുഴപ്പമായാൽ പള്ളിക്ക് പോകാൻ പാടില്ല എന്നാണ്. അന്ന് ഖൈറുൽ ഖുർആന, ഇന്നിപ്പോൾ ജനങ്ങൾ കുഴപ്പമാണെന്ന് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ആത്തിക ബീവിയും പഠിപ്പിക്കണം എന്താണ്? മോശമായ ജനങ്ങൾ മോശമാകുന്ന കാലത്ത് എന്താൻ പാടില്ല? പള്ളിയിൽ പോകാൻ പാടില്ല. സ്ത്രീകൾ തന്നെയാണ് നമ്മൾ സ്ത്രീപക്ഷത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ ഇവരൊക്കെ ഇത് സാധാരണയുള്ള ആരോപണം, ഇതൊക്കെ പുരുഷന്മാരാണ് പറയണത്, അതുകൊണ്ട് പുരുഷാധിപത്യം എന്നല്ല പറയാം. ഏറ്റവും ഈ ഉമ്മത്തിലെ എല്ലാ പെണ്ണുങ്ങളെയും നേതാവാണ് ബീബി ആയിഷ റളിയല്ലാഹു അൻഹ. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹയുടെ ഭാര്യയായ ആത്തിക റളിയല്ലാഹു അൻഹ, അവരൊക്കെ ഇത് വിലങ്ങിയിട്ടുണ്ട് എന്നാണ് പറയണത്. ആ കാലത്ത് ഖൈറുൽ ഖുർആൻ അതാണ്. ഇനി ധാരാളം കാണാം. അന്ന അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനഉൻ നിസാഅ ബഅദ വഫാത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ വഫാത്തിന് ശേഷം പെണ്ണുങ്ങളെ നബിതങ്ങളുടെ സ്വഹാബത്ത് തടഞ്ഞു. സലഫികൾ എന്ന പേരെ കുറിച്ച് പറയല്. അപ്പോൾ സലഫിനെ അനുസരിക്കണം എന്നല്ല പോലെ പറയണത്. സലഫായ സ്വഹാബത്താണ് എന്തായത്? പെണ്ണുങ്ങളെ പള്ളിയെ തൊട്ട് ഏതോടൊപ്പം. അപ്പോൾ ഇവരിങ്ങനെ ഓതും ലാ തംനഉ അല്ലാഹ് എന്നുള്ള ഹദീസിൽ. ഈ ഹദീസ് മാ ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തംനഉ എന്ന ഹദീസ് കേൾക്കുകയും കാണുകയും അതറിയുകയും ചെയ്യുന്ന സ്വഹാബത്ത് എന്തായിക്കണം? അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരിക്കലും ഒരു കാലത്തും ഒരു പെണ്ണിനെയും തടയരുത് എന്നല്ല. സ്വഹാബത്ത് മനസ്സിലാക്കിയത് പോലെയല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. എത്രത്തോളം മഹത്താ കാലത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹ, തഫ്സീർ ഖുർത്തുബിയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലൗ ആശ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ വക്തിന ഹാദാ, ഈ കാലത്ത് നബിതങ്ങൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നബിതങ്ങൾ ഇവരെ ആട്ടി ഓടിക്കായിരുന്നു, തടയുമായിരുന്നു എന്നാണ് പറയണത്. അപ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയാണ് നബിതങ്ങൾ മനസ്സിലാക്കിയ ഏറ്റവും വലിയ സ്വഹാബി വനിത, നബിതങ്ങളെ ഭാര്യയല്ലേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിലപാട് ശരിക്കും അറിയുന്ന ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയണത് എന്താണ്? പെണ്ണ് പള്ളിയിൽ പോരുതെന്ന് അക്കാലത്ത് ഫത്വ കൊടുക്കുന്നത്. ഇത് ആയിഷ ബിൻ്റെ ഹദീസ് പ്രസിദ്ധമാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 869 ഹദീസായി ഉദ്ധരിച്ച ഹദീസാണ്. ആ ഹദീസിൻ്റെ ഷറഹിൽ ഇബ്നു ബത്താൽ റഹിമഹുല്ലാഹ് പറയുന്നു, വ അമ്മ ഹദീസു ആയിഷത്ത് റളിയല്ലാഹു അൻഹ, ആയിഷ ബിൻ്റെ ഹദീസ് ലോ അദ്റക റസൂലുള്ളാഹി എന്ന് പറഞ്ഞ ഹദീസ്, ഫഫീഹി ദലീലുൻ, അതിൽ തെളിവുണ്ട്, അന്നഹു ലാ യംബഗി ലിന്നിസായി, പെണ്ണിന് പറ്റൂല
അയ്യഖ്റുജനിൽ മസാജിദി, പള്ളിക്ക് പുറപ്പെടൽ എപ്പോൾ ഇതാ ഹദസ ഫിന്നാസിയൽ ഫസാദു, ജനങ്ങൾ ഫസാദ് ഉണ്ടായാൽ. ആ കാലത്തേക്കല്ല, ആത്തിക ബീവി പോയതൊന്നും ഇതിക്ക് എടുക്കാൻ പറ്റില്ല. ജനങ്ങൾ ഫാസിദാവുന്ന കാലത്ത് പോകാൻ പാടില്ല എന്ന് ആരാണ് പറയണത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ് പറയണത്. ഇപ്പോൾ കൗലുഹ, ഈ ആയിഷ ബീവി സ്വഹാബിയുടെ കൗലല്ലേ എന്ന് പറയും. അത് മുജ്തഹിദിന് പറയാം, വഹാബിക്ക് പറയാൻ പറ്റില്ല. കാരണം സ്വഹാബിയുടെ കൗൽ ഉജ്ജത്തല്ല, അതൊക്കെ മുജ്തഹിദായ പണ്ഡിതന്മാർക്കാണ്. അത് ഈ വഹാബികൾക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനും കൂടി മറുപടി പറയാണ്, ദാലിക ബി മൻസിലത്തിൽ ഖബരി, ഇതൊരു ഹദീസിൻ്റെ സ്ഥാനത്താണ്. ലാമിൻ കൗൽ സ്വഹാബി, ഇതൊരു സ്വഹാബിയുടെ കൗലായി കാണണ്ട. അത് ഉജ്ജത്താണോ അല്ലെ അഭിപ്രായ വ്യത്യാസമുണ്ട് മുജ്തഹിദുകളായ ഇമാമുകൾക്ക്. കാരണം ഇത് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നിലപാട് ശരിക്ക് എന്തായതാണ് മനസ്സിലാക്കിയവരാണ് എന്നർത്ഥം. എന്നിട്ട് പറയുന്നു ഫഹാദിഹി, അത് ഫതാവുൽ കുബ്രയാണ്, കിഫായത്തുൽ അഖിയാറിൽ കാണാം. ഫഹാദിഹി ഫത്വ ഉമ്മിൽ മുഅ്മിനീൻ, ഇത് ഉമ്മുൽ മുഅ്മിനീൻ മുസ്ലിമീങ്ങളുടെ മാതാവായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഫത്വയാണ് എന്ന് ഫി ഖൈറുൽ ഖുറൂൻ, ഉത്തമ നൂറ്റാണ്ടിൽ. ഫൈഫ ബിസമാനിന ഹാദൽ ഫാസിദ്, ഈ ഫസാദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാലത്ത് പിന്നെ എന്ത് ഫത്വയാണ് നമ്മൾ കൊടുക്കാതിരിക്കുക? പെണ്ണുങ്ങൾ വരണമെന്ന് ഫത്വ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ആയിഷ ബീവി അന്ന് ഫത്വ കൊടുത്തതാണ് വരാൻ പാടില്ല. ഉംദത്തുൽ കാരിയിൽ കാണാം, ലൗ ഷാഹദത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹ മാ ഹദസത്തു നിസാഉ ഹാദൽ സമാൻ, ഈ കാലഘട്ടത്തിലെ, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്, ഈ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ ഉണ്ടാക്കി കൂട്ടിയതൊക്കെ ആയിഷ ബീവി കാണുമായിരുന്നെങ്കിൽ മിൻ അൻവാൽ ബിദഅ വൽ മുൻകറാത്തി, വളരെ ആവൃത്ത് മറക്കാതെയും ഒക്കെ പോവാണല്ലോ. ലക്കാനത്ത് അശദ്ദ ഇൻകാറ, അന്ന് തന്നെ അവരെ അങ്ങനെ ശക്തമായി എതിർത്തെങ്കിൽ ഇന്ന് അതിശക്തമായി എതിർക്കുമായിരുന്നു. വലീസ ബൈന ഹാദൽ കൗലി ബൈന വഫാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ മുദ്ദത്തൻ യസീറ, ആയിഷ ബീവി പറഞ്ഞതിൻ്റെയും നബിതങ്ങളുടെയും കാലം എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റാണ്ട് കൂടി ആയിട്ടില്ല, ഏതാനും വർഷങ്ങളേ ആയിട്ടുള്ളൂ. അലാൻ നിസാദാലിക സമാനി, അതിന് പുറമെ അക്കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ പറഞ്ഞാൽ ആരാ? മാ ഹദസത്തു ജുസ്അം മിൻ അൽഫി ജുസ്ഇൻ മിമ്മാ ഹദസ നിസാഉ ഹാദ സമാൻ, ഈ കാലഘട്ടത്തിലെ പെണ്ണുങ്ങളിൽ നിന്നുണ്ടാകുന്ന 1000-1 പോലും അവരെന്തായിട്ടില്ല ഉണ്ടാക്കിയിട്ടില്ല. എന്നിട്ടും ആയിഷ ബീവി എന്താ പറയണത്? പെണ്ണുങ്ങൾ ഒരിക്കലും എന്താൻ പാടില്ല, നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരാൻ പാടില്ല എന്ന ഫത്വ കൊടുക്കുന്നത് ആരാണ്? ബീവി ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ഇത് ആയിഷ ബീവിൻ്റെ മാത്രം ഫത്വല്ല. വഖദ് ഖാല ബിമൻ നിസാഇ മിനൽ ഖുറൂജി ഇലൽ മസാജിദി, പള്ളിയിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടൽ, പെണ്ണുങ്ങൾ പുറപ്പെടാൻ പാടില്ല എന്നത് പറഞ്ഞിട്ടുണ്ട്. ഹൽക്കുൻ ഗൈറു ആയിഷ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലാത്ത കുറേ ആൾക്കാർ പറഞ്ഞിരിക്കണേ. മിൻഹും ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, സാബിയാണ്, അബു ഹനീഫ ഇമാമും ഒക്കെ ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്താണ് സ്ത്രീകളെ പള്ളിയെ തൊട്ട് തടയണം എന്ന് എന്തായത് നമ്മളോട് പറഞ്ഞിട്ടുള്ളതും തടഞ്ഞിട്ടുള്ളതും. എന്തിനേറെ പോകണം, നമ്മളെ കേരളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്താണ് ദീന് കൊണ്ടുവന്നത് എന്ന് ഈ സ്ത്രീകളെ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കൊണ്ടുപോകണമെന്ന് മുറവിളിക്കുന്ന വഹാബികൾ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ സ്വഹാബത്ത് മതം പഠിപ്പിച്ച അന്ന് മുതൽ 940 ശേഷമല്ലേ കേരളത്തിൽ ഒരു പെണ്ണ് നിസ്കരിക്കാൻ പള്ളിയിൽ പോയത്? അതുപോലെ തന്നെ പുടമാസികയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഖദീജ കുട്ടി ആമിനക്കുട്ടിക്കാണ് ഓതായിലെ പള്ളിയിൽ ആദ്യമായിട്ട് പോയത്. ഇല്ല, അപ്പോൾ സ്വഹാബത്ത് ഇവിടെ ഭാര്യമാരുണ്ടായിക്കണല്ലോ അവർക്ക്. ഓലാരും എന്തായിട്ടില്ല, പോയിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എന്തായിട്ടില്ല, അവരാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോ ആരും എന്തായിട്ടില്ല പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോയിട്ടില്ല എന്നത് അത് ഇവരെന്നെ സമ്മതിക്കുകയാണ് ഇപ്പോൾ. കാരണം ആദ്യമായിട്ട് പോയത് ആരാണ്? ഈ ഖദീജ കുട്ടി ആമിനക്കുട്ടിയാണെന്ന് പറഞ്ഞത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അല്ലേ സ്വഹാബത്തിനെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പൂർവികരിൽ ഉന്നതനായ പണ്ഡിതനാണ് ഷാഫി ഇമാം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പ്രസിദ്ധമായ വചനം നമുക്കൊക്കെ അറിയാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭാര്യമാരുണ്ടായിട്ടുണ്ട്, പെൺമക്കളുണ്ടായിട്ടുണ്ട്. അവരാരും രാത്രിയോ പകലോ ജുമാക്കോ ജമാഅത്തിനോ പള്ളിയിലേക്ക് പോയതായി നമുക്കറിയില്ല. സലഫിൽപ്പെട്ട ഏതെങ്കിലും ഒരു മുസ്ലിം അവരെ ഭാര്യമാരെ പള്ളിയിലേക്ക് പോകാൻ നിർദ്ദേശിച്ചതായി നമുക്കറിയില്ല. അങ്ങനെ വല്ല പുണ്യം വലവ് കാണില്ല ഉന്ന ഫദുലുൻ, അവർക്കതിൽ വല്ല പുണ്യവും ഉണ്ടാകുമായിരുന്നെങ്കിൽ അവരല്ലേ അത് കൽപ്പിക്കേണ്ടിയിരുന്നത്. ഷാഫി ഇമാമിനെ അറിഞ്ഞിട്ടില്ല പറഞ്ഞാൽ അങ്ങനെ അല്ല എന്നതിൻ്റെ അർത്ഥം. കാരണം ഷാഫി ഇമാമിനെ പോലെ നമുക്ക് അത് ഇതറിയോ?
ഇല്ലല്ലോ, ആധികാരികമായിട്ടാണ് പറയുന്നത്. ആധികാരികമായിട്ട് പറയണത്. അപ്പോൾ പെണ്ണുങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിന് യാതൊരു പുണ്യവുമില്ല എന്നാണ് പറയണത്. ഇനി നമുക്ക് കൂടുതൽ വിശദമായി പറയണ്ട. ഇമാം കിഫാത്തുൽ അഖ്യാറിൽ തഖീദ്ദീൻ ഹെസ്നി റഹിമുള്ള പറഞ്ഞ ഒരു സംഭവം കാണാം. അമ്മ ഫി സമാനിന ഹാദ, നമ്മൾ കാലഘട്ടത്തിൽ, നൂറ്റാണ്ട് മുമ്പാണ് ഈ പറയണത്. ഫലാ യതവഖഫു അഹദും മിനൽ മുസ്ലിമീന ഫി മൻഇഹിന്ന, ഈ പെണ്ണുങ്ങളെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നുണ്ട് തടയണം എന്നതിൽ അമാന്തിച്ച് നിൽക്കൂല. എല്ലാ ഗബ്ബിയുൻ, മൂടനെ അത് പറയാൻ പറ്റുള്ളൂ. ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ച് വിവരമില്ലാത്തവനെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കത്തമസ്തകബി ലാഹിരി ദലീലിൻ ഹംലൻ അല ലാഹിരി, ചില ഹദീസുകളൊക്കെ ഉണ്ട്, ലാത്തമ്നു പോലത്തെ ഹദീസുകളുടെ ബാഹ്യാർത്ഥത്തെ പിടിച്ചു തൂങ്ങിയിട്ടാണ് അവർ നിലപാട് പറയണത്. ദൂന ഫഹ്മി മാനാവും, പക്ഷെ അതിൻ്റെ യഥാർത്ഥ മാനം എന്തായിട്ടില്ല, പോലും മനസ്സിലായിട്ടില്ല. മായിഹ്മാലി, കാരണം അതിൻ്റെ മാനൊക്കെ മനസ്സിലാക്കിയ ആളല്ല ആയിഷ ബി. മായിഹ്മാലിഹി ഫഹ്മ ആയിഷത്ത് റളിയല്ലാഹു അൻഹ വമൻ നഹവ, ആയിഷ ബി ഉമർദാനെ പോലത്തെ സഹാബി വനിതകളും സഹാബി നേതാക്കളൊക്കെ മനസ്സിലാക്കിയ അവരുടെ മനസ്സിലാക്കലിനെ അവഗണിച്ചിട്ട് ഞങ്ങൾക്കാണ് ഓലേക്കാൾ തിരിഞ്ഞെന്ന് പറയുന്നതിന് സമാനമല്ലേ അത്. ആ ഉദ്ധരണി ഇങ്ങനെ ഉദ്ധരിച്ചിട്ട് ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹുവിൻ്റെ ഫത്താവൽ കുബ്രയാണ്, അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്നതിനെ സംബന്ധിച്ച് അതിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഫസ്വവാബു, അതുകൊണ്ട് ശരിയായ നിലപാട്, അൽ ജസ്മു ബിത്തഹരീം, പെണ്ണ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു പോവൽ നിഷിദ്ധമാണ്, ഹറാമാണെന്ന് ഉറപ്പിച്ച് പറയലാണ്. വൽ ഫത്വ ബിഹി, അതുകൊണ്ട് ഫത്വയും കൊടുക്കണം. അതാണ് ഫത്വ. പെണ്ണ് നിസ്കരിക്കാൻ വേണ്ടി വീട് വിട്ടിറങ്ങി ഈ കാലഘട്ടത്തിൽ പോവുക എന്നുള്ളത് നിഷിദ്ധമാണെന്ന് ഉറപ്പിച്ച് പറയുകയും അങ്ങനെ ഫത്വ കൊടുക്കുകയും ചെയ്യണം എന്നാണ് ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്താവയിൽ ഫത്വ നൽകുന്നത്. ആത്തിക ബീവി പറയുന്നതും ഫസാദാവുന്ന കാലഘട്ടത്തിൽ പെണ്ണ് പള്ളി പോകാൻ പാടില്ല. ആയിഷ ബി റളിയല്ലാഹു അൻഹ പറയുന്നതും ഫിത്നപ്പെടുന്ന കാലഘട്ടത്തിൽ പെണ്ണ് പോകാൻ നിഷിദ്ധമാണ്. അങ്ങനെ ധാരാളം ആയത്തുകളും ഹദീസുകളും ചരിത്രങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇസ്ലാമിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വഹാബത്തിൻ്റെ കാലം മുതൽ 113 വർഷക്കാലം എന്തായിട്ടില്ല, നമ്മളെ കേരളത്തിലും സ്ത്രീകൾ പള്ളിയിലേക്ക് പോയിട്ടില്ല. ഇത് ആരെങ്കിലും ഉണ്ടാക്കിയൊരു കൾച്ചറല്ല, ഇത് അള്ളാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളും ഇസ്ലാമിൻ്റെ കൾച്ചറായി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കൂലിയും സ്വർഗവും ആഗ്രഹിക്കുന്ന മുസ്ലിം വനിതകളെല്ലാം അവർ നിസ്കരിക്കുന്നത് സ്വർഗം കിട്ടാനാണ്. ആ നിസ്കാരത്തിന് ഏറ്റവും കൂലി കിട്ടുന്നത് നിസ്കരിക്കേണ്ടതും പള്ളിയിൽ വീട്ടിൽ വെച്ചാണ്. അതുകൊണ്ട് ആ വീട്ടിൽ വെച്ച് തന്നെ നിസ്കരിക്കുക എന്ന നിലപാട് അള്ളാഹു പഠിപ്പിച്ചതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, സ്വഹാബത്ത് പഠിപ്പിച്ചതാണ്, ഷാഫിമാർ റളിയല്ലാഹു അൻഹുള്ള അയിമ്മത്ത് പഠിപ്പിച്ചതാണ്. ഈ കാലഘട്ടത്തിൽ ഫസാദ് ഭയപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ പെണ്ണ് വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടൽ ഹറാമും നിഷിദ്ധമാണെന്ന് ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹുമുള്ള മഹാന്മാർ ഫത്വ നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ആലിമീങ്ങളുടെയും സഹാബത്തിൻ്റെയൊക്കെ പിന്നിൽ അണിനിരക്കുക എന്നുള്ളതാണ് ആഖിറം വിജയിക്കണം എന്നാഗ്രഹിക്കുന്ന നമുക്ക് കരണീയമായിട്ടുള്ളത്. ആ വഴി വിട്ടാൽ പിന്നെ നമ്മൾ ഇസ്ലാമില്ല, നശിച്ചു പോവും, ഈമാനില്ല, മരിച്ചു പോകേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി ഗ്രഹിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ നിലപാടിനൊപ്പം നിന്ന് ഈമാനോടുകൂടെ ജീവിച്ച് മരിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, നല്ല കനപ്പെട്ട ചർച്ചയും അതിൻ്റെ നല്ല രീതിയിൽ ആധികാരികമായിട്ട് പണ്ഡിതോദ്ധരണികളൊക്കെ വെച്ച് നമുക്ക് കൃത്യമായിട്ട് വിഷയങ്ങൾ അവതരിപ്പിച്ചു തന്ന വേണ്ടി ഉസ്താദിന് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം സന്തോഷങ്ങൾ അറിയിക്കുന്നു. ഈ ചർച്ച അവിടെ അവസാനിപ്പിക്കും.